രാഷ്ട്രീയ കേരളത്തിന്റെ ഗതി നിർണ്ണയിക്കാൻ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക്. വോട്ടെടുപ്പ് രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെ. ജനവിധി തേടുന്നത് 883 സ്ഥാനാർത്ഥികൾ. സംസ്ഥാനത്താകെ 2040 പ്രശ്നബാധിത ബൂത്തുകൾ. തെരഞ്ഞെടുപ്പിന്റെ ആരവവും ആവേശവും ചോരാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ന്യൂസ് മലയാളം. അതിനിർണായക നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നെഞ്ചെടുപ്പിൽ സംസ്ഥാനം. ഭരണനേട്ടങ്ങൾ വോട്ടാകുമെന്ന പ്രതീക്ഷയിൽ ഇടതുമുന്നണി. അടിത്തട്ടിൽ ഭരണവിരുദ്ധ വികാരം അലയടിക്കുമെന്ന് UDF വിലയിരുത്തൽ. 5ഓളം സീറ്റുകളിൽ മുന്നേറ്റമുറപ്പിച്ച് NDA. പാലക്കാട്ടെ BJPയെ വെട്ടിലാക്കിയ വോട്ടിന് നോട്ട് വിവാദത്തിൽ ശോഭാ സുരേന്ദ്രന് കുരുക്കുമുറുകുന്നു. പണം നൽകിയ സിമി മനോജിനെ ഉടൻ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും. പിരാരിയിലെ സാരി വിതരണത്തിലും കേസെടുക്കും. പാലക്കാടിന് പിന്നാലെ പൂഞ്ഞാറിലും NDAക്കെതിരെ വോട്ടിന് നോട്ട് പരാതി. PC ജോർജിന് വേണ്ടി BJP മണ്ഡലം ഭാരവാഹി പണം നൽകുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. പൈസ കൊടുക്കാൻ വേണ്ടി താൻ BJPക്ക് വോട്ട് പിടിക്കാൻ വേണ്ടി കാശ് കൊടുക്കാൻ വേണ്ടി വന്നില്ലേ? ഇപ്പൊ എന്നെ എടുത്തു കൊടുത്ത് മൊത്തം വീഡിയോ പിടിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ LDF. തിരുവനന്തപുരം വർക്കലയിൽ CPIM കോൺഗ്രസ് സംഘർഷം. പോസ്റ്റർ ഒട്ടിക്കുന്നതിനെ ചൊല്ലി ഏറ്റുമുട്ടി പ്രവർത്തകർ. പോലീസുകാർക്ക് നേരെയും കയ്യേറ്റ ശ്രമം. ഒരാൾക്ക് പരിക്ക്. ശബരിമല യുവതീ പ്രവേശനത്തിൽ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിലെ വാദം ഇന്നും തുടരും. ഇന്ന് നടക്കുക തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വാദം. ജസ്റ്റിസ് നാഗരത്നയുടെ ചോദ്യങ്ങൾക്ക് ഉൾപ്പെടെ ദേവസ്വം ബോർഡ് മറുപടി നൽകും. കേരളത്തോടൊപ്പം അസമും ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക്. 126 മണ്ഡലങ്ങളിലേക്കായി നിർണായക പോരാട്ടം. 3ാം സർക്കാർ ലക്ഷ്യമിട്ട് BJP. ഭരണമാറ്റം ഉന്നം വെച്ച് കോൺഗ്രസ്. പുതുച്ചേരിയിലും ഇന്ന് വിധിയെഴുത്ത്. 30 മണ്ഡലങ്ങളിലായി 9 ലക്ഷത്തിലധികം വോട്ടർമാർ. AINRC നേതൃത്വം നൽകുന്ന NDA സഖ്യവും ഇന്ത്യ സഖ്യവും തമ്മിൽ മത്സരം. 5 സീറ്റുകളിൽ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ തമ്മിൽ നേർക്കുനേർപ്പോര്. ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ പാർട്ട് ടൈം ചെയർമാനായി നടനും BJP നേതാവുമായ G കൃഷ്ണകുമാറിനെ നിയമിച്ചു. 3 വർഷത്തേക്കാണ് നിയമനം. NFDCയുടെ നോൺ ഒഫീഷ്യൽ ഡയറക്ടറായി കൃഷ്ണകുമാറിനെ രാഷ്ട്രപതി നിയമിച്ചതായി കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം അറിയിച്ചു. ദൂരദർശനിൽ വാർത്താ അവതാരകരായി ജോലി ചെയ്യുന്നതിനിടെ സീരിയലിലൂടെയാണ് കൃഷ്ണകുമാർ അഭിനയ രംഗത്തെത്തിയത്. ചാമ്പ്യൻസ് ലീഗിലെ സൂപ്പർ പോരാട്ടങ്ങളിൽ PSG-ക്കും അത്ലറ്റിക്കോ മാഡ്രിഡിനും തകർപ്പൻ ജയം. ഇംഗ്ലീഷ് കരുത്തരായ ലിവർപൂളിനെ നിലവിലെ ചാമ്പ്യന്മാർ വീഴ്ത്തിയത് എതിരില്ലാത്ത 2 ഗോളിന്. ബാഴ്സലോണയെ മറുപടിയില്ലാത്ത 2 ഗോളിന് കീഴടക്കി അത്ലറ്റിക്കോ. IPL ആദ്യ ജയം സ്വപ്നം കണ്ട് കൊൽക്കത്ത ഇന്ന് കളത്തിൽ. സൂപ്പർ പോരാട്ടത്തിൽ എതിരാളികൾ ലക്നൗ സൂപ്പർ ജയൻസ്. മത്സരം രാത്രി 7:30 ഈഡൻ ഗാർഡൻസിൽ.